ലക്ഷക്കണക്കിന് ആളെ വേണം കേട്ടോ കാനഡയിലേക്ക്. ഇത്രയും സ്ഥലങ്ങൾ കാലി കിടക്കും. അപ്പോൾ വലിയൊരു രാജ്യമാണ് കേട്ടോ. ആൾക്കാർ കുറവാണ്. ആളുകളില്ല. വീടുകൾ കാണുന്നുണ്ട്. ബാക്കിയൊക്കെ കാടാ. പരന്ന് കിടക്കാം. വാഹനങ്ങൾ പോകുന്നുണ്ട്. കാനഡ ആളുകളില്ല, കുറേ സ്ഥലമുണ്ട്. ലക്ഷക്കണക്കിന് ആളെ വന്നു കേട്ടോ ഇവിടേക്ക്. ഒരു രാജ്യത്ത് ആളുകൾ കുറഞ്ഞാൽ GDP റേറ്റിന് ബാധിക്കും. അപ്പോൾ അതിനാലാണ് ഗവൺമെൻറ് ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ആൾക്കാരുണ്ടാകുമ്പോഴാണ് പണം ഒഴുകുള്ളൂ മാർക്കറ്റിൽ. എന്നാലേ GDP റേറ്റൊക്കെ ഒന്ന് സ്റ്റഡി ആവുള്ളൂ. പക്ഷെ ഇപ്പോഴും കാനഡ ടോപ്പാണ് കേട്ടോ. ഇക്കോണമി അടിപൊളിയാണ്. ഓക്കെ, കഥ. അപ്പോൾ മുമ്പ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഒരു 10-40 കൊല്ലം മുന്നേ ഞാനിപ്പോൾ പോയ സ്ഥലത്തൊക്കെ പറയുകയാണ് അത് അവിടെ കാടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ വന്ന് സിറ്റിയൊക്കെ ആയതാന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് വയസ്സന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള കുറച്ച് വയസ്സന്മാർ വിദേശികളൊക്കെ. അപ്പോൾ അവർ ഈ കാനഡൻ്റെ പുരോഗതി ഇങ്ങനെ കണ്ടു വളർന്ന ആൾക്കാരാണ്.